ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഓൾറെഡി 3 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീക്കിലോട്ടുള്ള മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1, ഹാങ്ഡ് മാൻ. ഈ ഒരു വീക്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി, അതായത് ഒരു പോസ് എനർജിയിലിരുന്നിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ആക്ഷൻസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സത്യാവസ്ഥ, ട്രൂത്ത് അതെല്ലാം മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1, അസെൻഡിങ് ദ മൗണ്ടൻ. ഞാൻ പറഞ്ഞില്ലേ, എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി അസെൻഷൻ, നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി ഹൈ വൈബിലോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റും ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് ഈ ഒരു വീക്കിൽ എന്തെങ്കിലും ട്രാവൽ ഉണ്ടാകാം. ഹില്ലി ഏരിയ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനുള്ള ഏരിയ, റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. അതെല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ സോഴ്സ് ആയിട്ട്, അതായത് ആ ഒരു ക്രിയേറ്ററിൻ്റെ എനർജിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, കൂടുതലായിട്ട് നോക്കാം. ഈ ഒരു വീക്കിൽ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നിട്ട് 7 ഓഫ് ഇൻ്റലിജൻസിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് പാസ്റ്റിനെ കുറിച്ചിട്ട് എഗെയിൻ ആ ഒരു എന്താ പറയുക, ആ ഒരു പോസ് എടുത്തിട്ട് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് മറികടക്കാം, എങ്ങനെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം, അതിനെല്ലാം കുറിച്ചിട്ട് കുറച്ച് പേര് ഡീപ്പായിട്ട് ഇവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ മാസ്ക് അണിഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങൾ, ഹിഡൻ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തതയും ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട്, അതായത് നിങ്ങളുടെ വ്യക്തിത്വം, ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. എവിടെയെല്ലാമാണ് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, അതിനെക്കുറിച്ചിട്ടും ഇവിടെ വ്യക്തത കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് വന്നിട്ട് എന്തെങ്കിലും ഒരു ഒപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മിഡിൽ ടൈമിൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും നോക്കാം. ഏസ് ഓഫ് ഇൻ്റലിജൻസ്, ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. പുതിയ പുതിയ ഇൻഫർമേഷൻസ്, പുതിയ പുതിയ അറിവുകൾ നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒത്തിരി ഗുഡ് ഫോർച്യൂണിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്, നീതി ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് ആ ഒരു ടൈമിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒത്തിരി സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ്, നിങ്ങൾ ലൈഫിൽ എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയേക്കുന്നത്, എന്തെല്ലാം സംഭാവനകളാണ് ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ നൽകിയേക്കുന്നത്, അതിനെക്കുറിച്ചിട്ടെല്ലാം ഡീപ്പായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, അബണ്ടൻസ്, അതെല്ലാം ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് വരുന്നുണ്ടാകാം. പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ട്, എന്തെങ്കിലും ഡിനൈലിൽ ഇരുന്നിട്ടുണ്ട്, ചാലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ, അതിനൊരു സൊല്യൂഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫൈനലായിട്ട് വീക്കെൻഡിൻ്റെ എനർജി, വീക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എന്തായിരിക്കും നോക്കാം. പൈൽ നമ്പർ 1, ക്യൂൻ ഓഫ് ഇൻ്റലിജൻസ്, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ്, ആ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനും വരുന്നുണ്ടാകാം. എന്തെങ്കിലും ചാലഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, ആ ഒരു ചാലഞ്ചിൽ കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ടാകാം. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എഗെയിൻ ഇവിടെ എടുക്കേണ്ടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി, ലോജിക്കൽ തിങ്കിങ്, അതിലെല്ലാം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വീക്കെൻഡിൻ്റെ ആ ഒരു എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീക്കിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ എന്താ പറയുക ആലോചിക്കുന്നുണ്ടാകാം, റിവ്യൂ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു മെൻ്റൽ എനർജിയും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ഫൺ എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഫാമിലി, ഓക്കെ, അവർക്ക് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും മെൻ്റൽ ട്രോമ, ചിലപ്പോൾ ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സർക്കിളിലുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ, അതൊക്കെ ചെയ്യുന്നതും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. Pile number 1, ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ മണി ഫിനാൻസ് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം, എഗെയിൻ ആ ഒരു ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇമോഷണൽ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാതിരിക്കുക. എഗെയിൻ ആ ഒരു ലോജിക്കൽ തിങ്കിങ് നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, എഗെയിൻ ആ ഒരു പ്ലേഫുൾ എനർജി, ഡോൾഫിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ ട്രൈബായിട്ട് ആ ഒരു ഹാപ്പി എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെ മണി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. ആ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേര് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഗെയിൻ ആ ഒരു നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനായിട്ട് മടിക്കാതിരിക്കുക. ഓക്കെ, കാരണം ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒത്തിരി സ്ട്രെസ്സ് വരുന്ന സമയത്ത്, ടെൻഷൻസ് വരുന്ന സമയത്ത് നമ്മളുടെ ഹെൽത്തിനെയും അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡീടോക്സ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ
ടെൻഷൻസ് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഓക്കെ, റെസ്റ്റ് ചെയ്യുക. അതെല്ലാം ഈ ഒരു വീക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ കെയർഫുള്ളായിരിക്കണം ഈ ഒരു വീക്ക് വന്നിട്ട്? റാം, എ സ്റ്റബേൺ അഗ്രസീവ് പേഴ്സൺ. ഒത്തിരി ആ ഒരു സ്റ്റബേൺ എനർജി, ഒത്തിരി ആ ഒരു സീരിയസ് എനർജിയിലോട്ട് പോകാതിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒത്തിരി പേഴ്സണലി എടുക്കാതിരിക്കുക. വേറെ എന്ത് കാര്യമാണ്? ബെയർ, ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, മണി ഫിനാൻസ് കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ബാക്കിൽ എ ടു ഫേസ്ഡ് ഫ്രണ്ട്, കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ വന്നിട്ട്. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം ഈ ഒരു വീക്ക് വന്നിട്ട്. താങ്ക് യു. എന്ത് ബ്ലെസ്സിങ് ആണ് പൈൽ നമ്പർ 1 ലൈഫിൽ വരുന്നത്? യു ആർ ഹൈലി തോട്ട് ഓഫ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റെക്കഗ്നിഷൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിന് ഒരു അപ്രീസിയേഷൻ, ആ ഒരു മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ലഭിക്കുന്നതാണ്. ഇവിടെ തുളീപ്പാണ്, ഗ്രേറ്റ് പാഷൻ. ഒത്തിരി പാഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 100% കൊടുക്കുക. ഓക്കെ, ആ ഒരു പാഷൻ, കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒത്തിരി പാഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേര് സൈക്കിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് ജോബ്, കുറച്ച് പേര് ടാരോ റീഡേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വലി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വീക്കാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൊണ്ടിട്ട് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. വേറെ എന്തൊക്കെ മെസ്സേജസ് ആണ്? താങ്ക് യു. ആസ്കിങ് ഫോർ ദ ഇമ്പോസിബിൾ. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ലൈഫിൽ? ഓക്കെ, എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണോ? അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലേ? അതിനെക്കുറിച്ചിട്ടൊന്ന് തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഡു യു റിയലി വോണ്ട് ഇറ്റ്? ശരിക്കും നിങ്ങൾക്കത് ആവശ്യമുണ്ടോ? ഓക്കെ, ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേര് വന്നിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അതിലായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ ഒന്ന് വാലിഡേഷൻ ചെയ്യാനായിട്ട്, ഒന്ന് അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. എഗെയിൻ ആ ഒരു സ്ട്രെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുന്നത്? എവിടെയാണ് കൺഫ്യൂഷൻ? എവിടെയാണ് ആ ഒരു ബ്ലോക്ക് ഉള്ളത്? ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യുക. വേറെ എന്തൊക്കെ എനർജിയാന്ന് നോക്കാം ഈ ഒരു വീക്കിൽ. ന്യൂ ഹോം, കുറച്ച് പേർക്ക് ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ബ്ലെസ്സിങ്സ് ഓൺ യുവർ ലവ്. ഇവിടെ പാഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സ്നേഹം, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേര് പുതിയ വീട്ടിലോട്ട് മാറുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെൽത്തി വെയ്റ്റ് ലോസ്. ഇവിടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന കാര്യങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഭാരം ഇറക്കി വെക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഇമോഷൻ, ആ ഒരു എനർജിയിലോട്ട് ഈ ഒരു വീക്ക് വരുന്നുണ്ടാകാം. അട്രാക്ഷൻ. ഓക്കെ, അഗെയിൻ ആ ഒരു പാഷൻ്റെ എനർജിയാണ്. ഒത്തിരി
എന്താ പറയുക, അട്രാക്റ്റീവായിട്ട് മാറുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേര് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. ചിലപ്പോൾ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ലവ് ലാംഗ്വേജ്, എഗെയിൻ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ബാക്കിൽ വന്നിട്ട് ന്യൂ ബിസിനസ് ആൻഡ് സക്സസ്, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ബിസിനസ്സിൽ ഒത്തിരി സക്സസ്, ഓക്കെ, അതെല്ലാം കുറച്ച് പേർക്ക് കൊണ്ടുവരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. Today I trust myself. Today I know that I will make the right decision to maintain a happy and healthy life. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുതരുന്ന, ഹാപ്പിനെസ് കൊണ്ടുതരുന്ന ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹെൽത്തി ലൈഫിന് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, ആരോഗ്യപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ചോയ്സസ്, റൈറ്റ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജേർണി ഞാൻ കറക്റ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങളെ ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹെൽത്തി വേയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, ഹെൽത്തി തോട്ട്സ്, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. റൈറ്റ് ഡിസിഷൻസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ചാലഞ്ചസ് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ മെയിൻ എനർജി നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. ഹയറോഫന്റ്. ഈ ഒരു വീക്ക് ഒത്തിരി സ്പിരിച്വൽ എവല്യൂഷനിൽ കൂടെ നിങ്ങൾ പോകുന്നതാണ്, ഒത്തിരി ചേഞ്ചിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇമോഷണൽ സൈഡ്, മെൻ്റൽ സൈഡ്, നിങ്ങൾ ഒത്തിരി അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് പേർക്ക് പാസ്റ്റ് ആയിരിക്കാം. അവിടെ ഒത്തിരി ഹീലിംഗ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ്, കൂടുതൽ ജ്ഞാനം നേടുക, അറിവ് നേടുക, ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ്, മാരേജ്, അതെല്ലാം ഫോക്കസിൽ വരുന്നുണ്ട്. താങ്ക് യു. ജേർണി ബൈ മൂൺലൈറ്റ്, ഇമോഷണൽ ഹീലിംഗ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാജിക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും നിങ്ങളുടെ ആ ഒരു ഫുൾ മൂൺ ടൈമിൽ ഒത്തിരി, എനിക്ക് തോന്നുന്നു 21 തോന്നുന്നു ഫുൾ മൂൺ വന്നിട്ട്, ആ ഒരു ടൈം ഒത്തിരി മാജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പവറിലോട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. എന്തെങ്കിലുമൊക്കെ അധികാരം, എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് ഒത്തിരി ഇമോഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേർണിയാണ്. ഓക്കെ, മൂൺ വന്നിട്ട് അതിൻ്റെ ലൈറ്റ് നമുക്ക് ഡാർക്ക്നെസ്സിലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് പേര് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ ഈ ഒരു വീക്ക് വന്നിട്ട് അതിൻ്റെ എന്താ പറയുക, ആ ഒരു പോസിറ്റീവ് സൈഡ്, ആ ഒരു ലൈറ്റ്, അത് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജിയും ഫോക്കസിലോട്ട് വരുന്നുണ്ട്. അവരുടെ എന്തെങ്കിലുമൊക്കെ ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, കുറച്ച് പേരെ ഈ ഒരു വീക്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്സ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
കുറച്ച് പേർക്ക് ടീച്ചിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കറിയുന്ന ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും നോക്കാം ഈ ഒരു വീക്കിൻ്റെ. പായൽ നമ്പർ 2, കിങ് ഓഫ് വിസ്ഡം, കിങ് ഓഫ് പെൻഡക്കിൾ. സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി വിസ്ഡം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹയറോഫൻറ്റിലും ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് ഹയർ എഡ്യൂക്കേഷൻ, ഹയർ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. എഗെയിൻ നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ടുള്ള ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ് ആയിരിക്കാം മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇനി മിഡിൽ ടൈം എങ്ങനെയായിരിക്കും നോക്കാം. കിങ് ഓഫ് സ്ട്രെങ്ത്, ഒത്തിരി സ്ട്രെങ്ത് ആവശ്യമുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ജേർണി ഉണ്ടാകാം, ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അതിന് തടസ്സമായിട്ട് വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ടാക്കിൾ ചെയ്യുക, ആ ഒരു ചാലഞ്ച് മറികടക്കുക, ആ ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സ്ട്രെങ്ത്ത്, ഒത്തിരി പാഷൻ്റെ എനർജി ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒത്തിരി ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക. ഓക്കെ, ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊങ്ങി സർഫസ് ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. വീക്കിൻ്റെ എൻഡിലോട്ട് വരുന്ന സമയത്ത് ഏത് എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. 3 ഓഫ് വിസ്ഡത്തിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് എൻഡ് ചെയ്യുന്നതോടുകൂടി എഗെയിൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹയർ ലേണിംഗ്, ഒത്തിരി നോളേജ് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, കൊളീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഒരു സ്ട്രോങ് എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഫൺ എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ, ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ആയിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്തും ഒത്തിരി പാഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ, ഓക്കെ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ നിങ്ങൾ പാസ്റ്റിൽ അധിക സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുക. അതിൻ്റെ നോളേജ് നിങ്ങൾ നേടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഞാൻ ലെസൺ ലേൺ ചെയ്തത്, ഇനി നെക്സ്റ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അധിക സമയം അതിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുക. കുറച്ച് നിമിഷം അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾ എടുക്കുക. പക്ഷേ അതിനുശേഷം അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. അധിക സമയം ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ബാക്കിൽ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണലി നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 2. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ ആ ഒരു ഇമോഷണൽ എനർജിയാണ്. പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ചാലഞ്ച് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോയ്സ് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് എവിടെയാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം, ഒരു ചാലഞ്ച് വരുന്നുണ്ടാകാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് ഈ ഒരു സമയത്ത് മാറുന്നുണ്ടാകാം, അതും നിങ്ങളെ ഒരു ടെൻഷനിൽ നിർത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി വിട്ടു പോകുന്ന ഒരു എനർജി ആയിരിക്കാം, ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജേർണി ചിലപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ കുറച്ചൊന്ന് ഇമോഷണലി അപ്സെറ്റ് ആക്കുന്നുണ്ടാകാം. കുറച്ച് പേരൊരു സ്പിരിച്വൽ ക്വസ്റ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നേടാനായിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ച് ശ്രദ്ധിക്കുക, അവിടെ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അഗെയിൻ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നെഗറ്റീവ് തോട്ട്സിൽ നിന്നിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഫിയർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ആ ഒരു കരിയർ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ സാധിക്കുന്നില്ല, ആ ഒരു ടെൻഷനിലിരിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ കറേജസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് യെല്ലോ കളറായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ആ ഒരു നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പാഷൻ, ആ ഒരു സ്ട്രെങ്ത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഓവർ കൺസേണും ആകാം. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മാറിയിരിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെന്ത് തിങ്ക് ചെയ്യും. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കെയർ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് മടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു വീക്ക് വന്നിട്ട്. പായൽ നമ്പർ 2. ഓക്കെ, ഇവിടെ വന്നിട്ട് ക്രാക്ഡ് കപ്പ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്. ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ല, എന്തൊക്കെയോ കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ ലാക്ക് മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതാണ്, പോവർട്ടി കോൺഷ്യസ്നെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ക്ലൗഡ്സ്, ടെമ്പററി പ്രോബ്ലംസ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ്, ട്രബിൾസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്. ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു വീക്കിലോട്ടുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. ബ്ലെസ്സിങ് എന്താണ്? കുറച്ച് പേർക്ക് പാസ്റ്റിൽ ഏതെങ്കിലും ഒരു എനർജി റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പായൽ നമ്പർ 2. പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും പേടി, കൺഫ്യൂഷനിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, കോയിൻസ്. മണി വിൽ ബി കമ്മിങ് ടു യു. ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നതാണ്. ഈ ഒരു പവർഫുൾ ഫ്രണ്ട് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, ബിസിനസ്സിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. അവർ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, ഒരു സ്ട്രോങ് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പവർഫുള്ളായിട്ടുള്ളൊരു ഫ്രണ്ട് നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പായൽ നമ്പർ 2യുടെ ലൈഫിൽ പൈനാപ്പിൾ, റീകൺസിലിയേഷൻ. ഇവിടെ മാരേജ്, ഫാമിലി അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ റീകൺസിലിയേഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുക, പറഞ്ഞു തീർക്കുക, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പരസ്പരം സമ്മതിക്കുക. ആ ഒരു എനർജിയാണ് കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പായൽ നമ്പർ 2.
എത്തിക്സ്. നിങ്ങളുടെ എത്തിക്സ് വിട്ട് നിങ്ങൾ പെരുമാറാതിരിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒരു മോറൽ കോമ്പസ് ഉണ്ടാകും, ഒരു നീതിബോധം നമ്മളുടെ ഉള്ളിലുണ്ടാകും. അത് വിട്ട് നിങ്ങൾ പെരുമാറാതിരിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻറ്റൻസ് എനർജി ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത ഒരു പാഷനാണ്. ഓക്കെ, ഒത്തിരി എനർജി, ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫീനിക്സ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ഫീനിക്സ് വേർഡ് നിങ്ങളുടെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഫോൺ കോൾ റിസീവ് ആകുന്നുണ്ടാകാം, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റിസീവ് ആകുന്നുണ്ടാകാം. റിസീവിങ് ഗിഫ്റ്റ്സ്, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടാകാം. കംപ്ലീഷൻ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പ്രൊജക്റ്റ് ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പാഠങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. Today I am curious. Today I will open my mind and explore new possibilities and opportunities. കുറച്ചും കൂടെ ഒരു ക്യൂരിയസ് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ആകാംക്ഷ ലൈഫിനെ കുറിച്ചിട്ട്, ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറയുന്നില്ലേ, അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ലൈഫിനെ കുറച്ചും കൂടെ എന്താ പറയുക പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് ലൈക്ക് എനർജിയില്ലേ, കുട്ടികൾക്ക് എല്ലാം അറിയണം, എല്ലാം പഠിക്കണം, മനസ്സിലാക്കണം, ആ ഒരു എനർജിയില്ലേ അതിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ പുതിയ അവസരങ്ങളോട് നിങ്ങൾ എസ് പറയുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഫോക്കസിൻ്റെ കുറവുമായിരിക്കാം. നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റി, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 3, പായൽ നമ്പർ 3 ചൂസ് ചെയ്തവരുടെ മെയിൻ എനർജി എന്താണ് നെക്സ്റ്റ് വീക്കിലോട്ട്. ദ എംപറർ ആണ്. ഈ ഒരു വീക്കിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. എവിടെയെല്ലാം അൺബാലൻസ് ഉണ്ടോ, ബാലൻസിൻ്റെ കുറവുണ്ടോ, അതെല്ലാം റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയും ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സ്ട്രോങ് അടിത്തറ പാകുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു വീക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീക്ക് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അണ്ടർ വാല്യൂ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അത്രയ്ക്കും പോസിറ്റീവായിട്ട് കാണുന്നുണ്ടാകില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. ആ ഒരു ഇൻസിഡൻറ്റ് ത്രൂ, ആ ഒരു ഇവൻറ്റ് ത്രൂ നിങ്ങളുടെ ആ ഒരു പവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി ക്ലെൻസിങ്ങിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പായൽ നമ്പർ 3, ഒത്തിരി സ്റ്റെബിലിറ്റിയുടെ എനർജി. കുറച്ച് പേർക്ക് പവർ,
ഓക്കെ, നിങ്ങളുടെ ജോലി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ഡിസിഷൻ, ആ ഒരു പവറിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. കുറച്ച് പേർക്ക് ഇതൊരു ഫാദർ ഫിഗറിൻ്റെ എനർജിയും ആയിരിക്കാം. ആ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പും ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. ഫോഗ്ഡ് ഇൻ, ഗോ സ്ലോ, ടേക്ക് ടൈം. എഗെയിൻ ആ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്സ്, ആ ഒരു എന്താ പറയുക, നമ്മൾ ഓരോ ഇഷ്ടിക എടുത്തു വെച്ചിട്ട് നമ്മൾ പണിയാന്ന് പറയില്ലേ, ആ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ് കുറച്ച് പേർക്ക് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ന്യൂ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതാണ്. പുതിയ എന്തെങ്കിലുമൊക്കെ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം, ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഗ്രൂപ്പായിട്ട് എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പ് റോള് ചിലപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാകാം. ഒത്തിരി കോൺഫിഡൻസ്, ഒത്തിരി ശക്തി വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നിങ്ങളുടെ ഈ ഒരു വീക്കിലെ സ്റ്റാർട്ടിങ് എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 3, ഹയറഫൻറ്റിൻ്റെ എനർജി. ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പക്ഷികൾ പറക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കമായിരിക്കാം. എന്തെങ്കിലും ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ നോളേജ് മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് സ്പിരിച്വൽ പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്, പാസ്റ്റിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഗൈഡൻസ് ചോദിക്കുന്നുണ്ടാകാം. ഒരു നെക്സ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചൊരു ടീച്ചർ വൈബ്, മെൻറ്റർ വൈബ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ബിഗർ പിക്ചർ കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണരൂപമായിരിക്കാം. ഇനി ലൈഫ് മുന്നോട്ട് എങ്ങനെയായിരിക്കും, ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് അസ്ട്രോളജർ അല്ലെങ്കിൽ അസ്ട്രോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യുക, ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മിഡിൽ ടൈം എന്താ നോക്കാം. എംപറർ, എഗെയിൻ ആ സെയിം എനർജി തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട്, സ്റ്റക്കായിരുന്ന സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ടിട്ട്, നിങ്ങളുടെ ആ ഒരു കറേജ് കൊണ്ടിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് പാതി വഴിക്ക് നിങ്ങൾ ഉപേക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, വീക്കിൻ്റെ എൻഡിൻ്റെ എനർജി നോക്കാം. വീക്കെൻഡിൽ നിങ്ങൾ ആ ഒരു വീക്ക് എൻഡ് ചെയ്യണ സമയത്ത് ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്. പായൽ നമ്പർ 3, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, കിങ് ഓഫ് കരിഷ്മ. ഒത്തിരി ബ്യൂട്ടി, ഒത്തിരി അട്രാക്ഷൻ, അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ആർട്സ് കൾച്ചറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഈ ഒരു സമയത്ത് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, എഗെയിൻ ഇതൊരു വിഷണറിയുടെ എനർജിയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന എനർജിയും ആയിരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി സക്സസ്, ഒത്തിരി പ്രോസ്പെരിറ്റിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. കിങ് ഓഫ് കപ്സ്.
ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സൈഡ്, ഓക്കെ, ആ ഒരു സ്നേഹം, കമ്പാഷൻ, ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പവറുണ്ട്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ്, ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ സൈഡ്, ആ ഒരു ബ്യൂട്ടി, ആ ഒരു നർച്ചറിങ് എനർജി, അതിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങളുടെ ക്യാൻഡിൽ കെട്ടുപോയി, ഒന്ന് കത്തിക്കട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാൻഡിൽ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ന്യൂ ഫേസ്. ഓക്കെ, ഒരു പുതിയ തുടക്കം. ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ആ ഒരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളത്, ആ ഒരു ജോലി അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ന്യൂ എനർജിയിലോട്ട് അത് കടന്നു. ഓക്കെ, ആ ഒരു പ്ലേസിൽ റീപ്ലേസ്മെൻറ്റ് വന്നു, ആ സ്ഥാനത്ത് വേറൊരു എനർജി വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യുക, ന്യൂ ബിഗിനിങ് കൊണ്ടുവരിക, ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. പൈൽ നമ്പർ 3. താങ്ക് യു. പേജ് ഓഫ് കപ്സ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജിയിലോട്ട് കിടക്കുന്ന ഒരു ഫേസ് ആയിരിക്കാം. ന്യൂ ഇമോഷണൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു ചാലഞ്ചിങ് പീരീഡ് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ്, നിങ്ങളുടെ ആ ഒരു ടാലൻസ്, നിങ്ങളെന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു എനർജി ആയിട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓവർ സെൻസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്, എക്സ്പീരിയൻസ് കുറവുള്ള സമയത്ത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുന്നതാണ്. ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൂഡ് സ്വിങ്സും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ചൊരു പ്ലേഫുൾ എനർജി കൊണ്ടുവരാനായിട്ടും പറയുന്നുണ്ട്. 7 ഓഫ് കപ്സ്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് കെയർഫുള്ളായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, ഇത് ചെയ്യണം, ഇതുപോലെ ചെയ്യണം, ഓവർ അനലൈസിങ് എനർജി, ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എനർജി, മടി പിടിച്ചിരിക്കുന്ന എനർജിയിൽ നിന്നിട്ട് മാറിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ റുട്ടീൻ കറക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും നിങ്ങളുടെ ഇവിടെ സ്പിരിച്വൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റുട്ടീൻ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി, പാസ്റ്റ് ഹീൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 3. എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പായൽ നമ്പർ 3 വന്നിട്ട് ഡിസ്കോർഡ് എമംഗ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, വേറെ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീക്ക് വന്നിട്ട്? പായൽ നമ്പർ 3 വന്നിട്ട് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ്. ഇവിടെ നിങ്ങളുടെ എഗെയിൻ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ വന്നേക്കുന്നത്. അവിടെ ഒന്ന് കെയർഫുള്ളി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ അത് കോൺവെർസേഷൻസ് ആയിരിക്കാം,
അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഓവർ പവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. എന്ത് ബ്ലെസ്സിങ്സ് ആണുള്ളത് പായൽ നമ്പർ 3യുടെ ലൈഫിൽ? മൗണ്ടൻ റോഡ്, യു ആർ ഓൺ ദ റോഡ് ടു സക്സസ്. നിങ്ങൾക്ക് ഡൗട്ടുണ്ട് നിങ്ങളുടെ പാത്തിനെ കുറിച്ചിട്ട്, ഞാൻ കറക്റ്റ് റൂട്ടിലാണോ പോകുന്നത്, കറക്റ്റ് പാത്തിലാണോ പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു കൺഫർമേഷനാണ്. നിങ്ങൾ സക്സസിൻ്റെ അടുത്തോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പാത കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കാം, ഒത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. എഗെയിൻ ആ ഒരു ഹാർട്ട് ചക്ര പാസ്റ്റിലെ എനർജീസ് ഹീൽ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. പക്ഷേ അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി സക്സസ്സിലോട്ട് നിങ്ങൾ പോകുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മൗണ്ടൻ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഒത്തിരി സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? പായൽ നമ്പർ യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ച്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. എഗെയിൻ നിങ്ങളുടെ ആ ഒരു റുട്ടീൻ ക്ലിയർ ആക്കി കഴിയുമ്പോൾ, നിങ്ങളൊരു ബാലൻസിലിരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ സ്ട്രോങ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ ഹെമോക്കാണ്. ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി. കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു വെക്കേഷൻ ടൈമാണ്. ഇവിടെ മാരേജിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫീൽഡിൽ ആ ഒരു എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 3. ക്ലോസിങ് എ ചാപ്റ്റർ. ഇത് പാസ്റ്റിൻ്റെ എനർജിയാണ്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടിയുണ്ട്, ഫിയർ ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്? ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്താണ് പിന്നോട്ട് വലിക്കുന്നത്? നേരത്തെ ഞാൻ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തു. എന്താണോ അത് ചെയ്യേണ്ടത് അതിൻ്റെ ആ ജോലി അത് ഭംഗിയായിട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പ്ലേസ് മാറിയിട്ട് ന്യൂ എനർജി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് ക്ലോസ് ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾക്ക് ആ ഒരു എനർജി ആവശ്യമുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ട്വിൻ ബേബീസ്. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടാകാം, 2 അവസരം ലഭിക്കുന്നുണ്ടാകാം. റീകൺസിഡർ. കുറച്ച് പേര് ഇവിടെ പാസ്റ്റിൽ നിങ്ങളെടുത്ത എന്തെങ്കിലും ഡിസിഷൻസ് റീകൺസിഡർ ചെയ്യുന്നുണ്ടാകാം. ഒന്നും കൂടെ ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ വേണ്ടെന്ന് വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ അത് റീകൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. സോൾമേറ്റ്. സോൾമേറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് അല്ലെങ്കിൽ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്നിട്ട് ഫ്രീഡം കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ, എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ഇവൻറ്റ്സ് ഈ ഒരു വീക്ക് നടക്കുന്നുണ്ടാകാം. ഓക്കെ, അതിലോട്ട് നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾമേറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂ എക്സ്പീരിയൻസിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ. കുറച്ച് പേർക്ക് ഇവിടെ പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ന്യൂ എനർജി, ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു എനർജി കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലി ആയിരിക്കാം, നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് വരുന്നതായിരിക്കാം.
കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അക്സെപ്റ്റൻസ് ലഭിക്കുന്നതാണ്, അംഗീകരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സ്റ്റക്കായിട്ടിരുന്ന കാര്യങ്ങൾ ഒരു ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ, അക്സെപ്റ്റൻസ്. നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരേജ് വീട്ടിൽ അംഗീകരിക്കുന്നതായിരിക്കാം. ഫാമിലി, ഫ്രണ്ട്സ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആ ഫസ്റ്റ് ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ഒരു അക്സെപ്റ്റൻസിലോട്ട്, ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം, നിങ്ങളുടെ മാരേജ് നിങ്ങളുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർ. ഓക്കെ, ഈ ഒരു വീക്കിലെ നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? പാനൽ നമ്പർ. Today I live in the present. Today I will start with a smile. I am in control of my attitude. ഇത് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പാസ്റ്റ് എനർജീസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്ത് കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഓക്കെ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ആവശ്യമാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്മൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട്, കുറച്ചും കൂടെ പ്ലേഫുൾ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും വർക്ക് അല്ലെങ്കിൽ എപ്പോഴും സീരിയസ് ആയിട്ടുള്ള എനർജി അതിൽ നിന്ന് വിട്ടിട്ട് കുറച്ചൊരു ഫൺ, ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് മ്യൂസിക് അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ഓരോ കാര്യങ്ങളെ കാണുന്ന രീതി, നിങ്ങൾക്ക് എന്താ പറയുക കൊടുക്കുന്ന റിയാക്ഷൻ, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 3 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.